നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിൽ താമസക്കാരില്ലാത്ത വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസത്തിനായി ഉപയോഗിക്കുന്ന കെ ഹോംസ് പദ്ധതിക്ക് വൻ സാധ്യത. സംസ്ഥാനത്ത് 15 ലക്ഷത്തോളം വീടുകൾ ആൾപ്പാർപ്പില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നതായാണ് സർക്കാരിന്റെ കണക്ക്. പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒഴിഞ്ഞ വീടുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുക. വിജയിച്ചാൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നടപ്പാക്കും. പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആളൊഴിഞ്ഞ വീടുകളുള്ളത്. വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ 10,000-ത്തിലധികം ഇന്ത്യക്കാരായ തടവുകാരുണ്ടെന്ന് റിപ്പോർട്ട്. വിചാരണ തടവുകാർ ഉൾപ്പെടെ 10,152 പേർ വിദേശ ജയിലുകളിൽ ഉണ്ടെന്നാണ് കണക്ക്. സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ഖത്തർ, നേപ്പാൾ, പാകിസ്ഥാൻ, US, ശ്രീലങ്ക, സ്പെയിൻ, റഷ്യ, ഇസ്രായേൽ, ചൈന, ബംഗ്ലാദേശ്, അർജന്റീന അടക്കമുള്ള 86 രാജ്യങ്ങളിലെ ജയിലുകളിലാണ് ഇന്ത്യക്കാരായ തടവുകാരുള്ളത്. ലോക്സഭയിലെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കുവച്ച തടവുകാരെ സംബന്ധിച്ച റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ ആദ്യ 10 സ്ഥാനങ്ങളിൽ UAE ഇടം നേടി. ഏറ്റവും പുതിയ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 8ാം സ്ഥാനമാണ് UAE പാസ്പോർട്ടിനുള്ളത്. UAE പാസ്പോർട്ട് ഉള്ളവർക്ക് 184 രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും വിസാരഹിത യാത്ര നടത്താൻ സാധിക്കും. 2015-ൽ UAE-ലെ പാസ്പോർട്ടിന് 32ാം സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. 227 രാജ്യങ്ങളിൽ 193 എണ്ണത്തിലേക്ക് വിസാരഹിത വിസ ഓൺ അറൈവൽ യാത്ര സാധ്യമാവുന്ന സിംഗപ്പൂരാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് തുടരുന്നത്. 190 രാജ്യങ്ങളിലേക്ക് വീതം സമാന യാത്ര സാധ്യമാവുന്ന ദക്ഷിണ കൊറിയയും ജപ്പാനും 2ാം സ്ഥാനത്താണ്. സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിൽ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന നിയമം തിരുത്തി മദ്രാസ് ഹൈക്കോടതി. സൂര്യാസ്തമയത്തിനു ശേഷം സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന നിയമപരമായ നിയന്ത്രണങ്ങൾ നിർബന്ധമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ GR സ്വാമിനാഥൻ, M ജ്യോതിരാമൻ എന്നിവരടങ്ങിയ മധുരൈ ഡിവിഷൻ ബെഞ്ചാണ് നിർണായക വിധി പുറപ്പെടുവിച്ചത്. CRPC സെക്ഷൻ 46/4 പ്രകാരമുള്ള വകുപ്പിന്റെ കീഴിലുള്ള അസാധാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കുന്ന വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഡൽഹിയിലെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേജ്രിവാളിന് മാത്രമാണെന്നാണ് ആപ് സഹസ്ഥാപകനും അഭിഭാഷകനുമായ പ്രശാന്ത് ഭൂഷൺ. കേജ്രിവാൾ അദ്ദേഹത്തിനായി 45 കോടി മുടക്കി വസതി ഒരുക്കുകയും യാത്രകൾ ആഡംബര കാറുകളിലേക്ക് മാറ്റുകയും ചെയ്തു. ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ പാർട്ടിയുടെ പ്രവർത്തന രേഖയായി തയ്യാറാക്കിയ നയ റിപ്പോർട്ട് അദ്ദേഹം ചവറ്റുകൊട്ടയിൽ എറിയുകയും സാഹചര്യത്തിനനുസരിച്ചുള്ള നയങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്നാണ് പ്രശാന്ത് ഭൂഷൺ വിമർശിക്കുന്നത്. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.